കഥ ജീവിതം. രചന മാഗ്ലിൻ ജാക്സൺ. ശാരദാമ്മ ജനൽ കമ്പിയിൽ പിടിച്ച് ദൂരേക്ക് നോക്കി നിന്നു. ദൂരെ ഒരു വലിയ പുളിമരത്തിൽ നീർക്കാക്ക കൂട് കെട്ടിയിട്ടുണ്ട്. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റയുമായി നീർക്കാക്കകൾ പറന്നു വന്ന് കുഞ്ഞുങ്ങളുടെ കൊക്കിൽ ചെറിയ മീനുകളെ കൊണ്ടുകൊടുക്കുന്ന കാഴ്ച കാണാൻ നല്ല രസമാണ്. ടീച്ചർ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? പിന്നാമ്പുറത്ത് മാഷ് ടീച്ചറെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. വരുന്നു മാഷേ. ദേവകി അമ്മ ചായ അനത്തിക്കൊണ്ടുവന്ന് ടീച്ചർക്കും മാഷിനും കൊടുത്തു. ശാരദയും ഗോപാലനും മട്ടമ്മയിലെ സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. ഗോപാലൻ മാഷ് 10ാം തരത്തിലെ പിള്ളേർക്കും ശാരദ ടീച്ചർ 6ാം തരത്തിലുമാണ് പഠിപ്പിച്ചിരുന്നത്. എന്നും ക്ലാസ് കഴിയുമ്പോൾ സ്കൂൾ മൈതാനത്തിലെ അത്തിമര ചുവട്ടിൽ ഗോപാലൻ ശാരദയെ കാത്തു നിൽക്കുമായിരുന്നു. ശാരദയ്ക്കറിയാം ഗോപാലൻ കാത്തു നിൽക്കുന്നത് തന്നെ കാണാനാണെന്ന്. പക്ഷേ അറിയാത്ത ഭാവത്തിൽ ഇടം കണ്ണിട്ട് നോക്കി നടന്നു പോകും. ശാരദയ്ക്ക് കഥയും കവിതയും വായിക്കുന്നത് ഇഷ്ടമാണ്. വർഷവും വേനലും മാറി മാറി വന്നു. ശാരദയോടുള്ള തൻ്റെ പ്രണയമൊന്നു പറയാൻ ഇതുവരെ കഴിഞ്ഞില്ല. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന കഥാബുക്ക് വാങ്ങി അതിൽ ഒരു കത്ത് വെച്ച് വൈകുന്നേരം ശാരദ വരുന്നതും നോക്കി അത്തിമരച്ചുവട്ടിൽ കാത്തുനിന്നു. ശാരദയെ കണ്ടതും കൈക്കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ധൈര്യം സംഭരിച്ചുകൊണ്ട് ശാരദ അത്തിമരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ മുന്നോട്ട് ചെന്നിട്ട്, ടീച്ചറെ ഒന്ന് നിന്നേ, ടീച്ചർക്ക് വായന ഇഷ്ടമാണെന്ന് അറിഞ്ഞു. ഇത് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ കഥയാണ്. ഞാൻ ടീച്ചർക്ക് വേണ്ടി വാങ്ങിയതാണ്. എനിക്ക് വായന ഇഷ്ടമാണ് എന്ന് മാഷിനോട് ആരാ പറഞ്ഞത്? അത് ശരി, ബുക്കിങ് താ, വായിച്ചിട്ട് തിരിച്ചു തരാം. ശാരദ ബുക്കും വാങ്ങി തിരിച്ചു നടക്കാൻ തുടങ്ങുന്നതിനിടയിൽ, അതിൽ ഞാനൊരു കത്ത് വെച്ചിട്ടുണ്ട്, വായിച്ചിട്ട് മറുപടി തരണേ. അവൾ അയാളെ തിരിഞ്ഞു നോക്കി ചിരിച്ചിട്ട് നടന്നു നീങ്ങി. ബുക്ക് കൊടുത്തപ്പോൾ ശാരദയുടെ കയ്യിൽ ഞാൻ സ്പർശിച്ചു. ആ വിരലുകൾ എത്ര മൃദുലമാണ്! അവൾ അറിഞ്ഞു കാണുമോ? ഇന്നെന്താ നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നേ? അമ്മയുടെ വാക്കുകൾ മറുപടിയായി. നേരത്തെ കിടന്നാൽ രാവിലെ തന്നെ എഴുന്നേറ്റു കുട്ടികളുടെ പരീക്ഷ പേപ്പർ നോക്കാമല്ലോ. കത്ത് ബുക്കിൽ നിന്നും എടുത്ത് വായിക്കാൻ തുടങ്ങി. എങ്ങനെ എഴുതണമെന്നറിയില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു അറ നിനക്കായി ഞാൻ കാത്തു വെച്ചിരിക്കുകയാണ്. എൻ്റെ ഈ പ്രേമാഭ്യർത്ഥന നിരസിക്കില്ല എന്ന് കരുതുന്നു. കാലം പോകവേ അവരിൽ പ്രണയവല്ലരി മുട്ടിട്ടു. പിന്നെ മുട്ട് പൂവായി വിരിഞ്ഞു. 2 വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം മംഗളമായി നടത്തി. ശാരദയുടെയും ഗോപാലൻ്റെയും ജീവിതത്തിൽ അവർക്ക് 2 ആൺകുട്ടികൾ ജനിച്ചു, ആദിയും അഭിയും. 2 മക്കൾക്കും മികച്ച വിദ്യാഭ്യാസം നൽകി. മാഷിൻ്റെ ശിഷ്യൻ വഴി വിദേശത്ത് ജോലിയും വാങ്ങിക്കൊടുത്തു. അവർക്ക് ചേർന്ന പെൺകുട്ടികളുമായി വിവാഹവും നടത്തി. മക്കൾ 2 പേരും വിവാഹശേഷം ഭാര്യമാരുമൊത്ത് വിദേശത്തേക്ക് പോയി. മാഷേ, നമ്മുടെ മക്കൾ നമുക്കൊപ്പം എന്നും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അവർ വിവാഹം കഴിഞ്ഞ് കുടുംബമായി നമ്മളെ തനിച്ചാക്കിപ്പോയി. അവരുടെ കുടുംബം നോക്കണ്ടേ? ജോലിക്ക് പോയില്ലെങ്കിൽ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്? വിദേശത്ത് പോയാലേ രക്ഷപ്പെടാൻ പറ്റൂ. മാഷ് ടീച്ചറെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഞാനില്ലേ, എന്തിനാ വിഷമിക്കുന്നേ? ടീച്ചർ മാഷ് കാണാതെ കണ്ണീർ തുടച്ചു. വീട്ടുകാര്യങ്ങൾ നോക്കി നടത്തുന്ന ദേവകി അമ്മ മാത്രമായി തുണക്കി. ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ഒരു സുപ്രഭാതത്തിൽ ശാരദാമ്മ ചായ കൊണ്ടുപോയി മേശപ്പുറത്ത് വെച്ചിട്ട് മാഷിനെ വിളിച്ചു. മാഷേ, എന്തൊരു ഉറക്കാണ്! എഴുന്നേറ്റേ, ചായ തണുത്തു പോകും. മാഷിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. മാഷ് ഈ ലോകത്തോട് യാത്രയായി. ഡോക്ടർ വിധി എഴുതി. ഹൃദയസ്തംഭനം മൂലമാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. മക്കളെ മരണവിവരം അറിയിച്ചു. 2 പേരും വന്നു. 16 അടിയന്തിരമൊക്കെ കഴിഞ്ഞു. മക്കൾ 2 പേരും കൂടി ഒരു തീരുമാനമെടുത്തു. അമ്മ ഇവിടെ തനിയെ നിന്നാൽ ശരിയാവില്ല. ഈ സ്ഥലവും വീടും വിറ്റിട്ട് ചേട്ടൻ അമ്മയെ കൊണ്ടുപോയിക്കോ. എൻ്റെ കുട്ടികൾ ചെറുതാണ്, അമ്മയെ നോക്കാൻ അവൾക്ക് പറ്റില്ല. നീ എന്തായി പറയുന്നേ? ഇളയ മക്കളാണ് അമ്മയെ നോക്കേണ്ടത്. ഞങ്ങൾ 2 പേരും ജോലിക്ക് പോകും. പിന്നെ വീട്ടിൽ അമ്മ തനിച്ചാകും. മക്കളുടെ സംസാരം കേട്ടു വന്ന ശാരദാമ്മ പറഞ്ഞു, അച്ഛൻ്റെ ചിതയിലെ തീ അണഞ്ഞിട്ടില്ല. അമ്മയെ 2 പേരും കൂടി വീതം വെക്കുകയാണോ? ഈ വീടും പറമ്പും എൻ്റെയും മാഷിൻ്റെയും വിയർപ്പാണ്. 2 പേരും കൂടി വിൽക്കുകയോ എന്താന്ന് വെച്ചാ ചെയ്യ്.
ശാരദാമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് പോയി. മാഷിൻ്റെ ഫോട്ടോ മാലയിട്ട് മുറിയിലെ ചുവരിൽ തൂക്കിയതിൽ നോക്കി. മാഷ് എപ്പോഴും പറയാറില്ലേ ടീച്ചർക്ക് ഞാനുണ്ട് എന്ന്. എന്നിട്ട് എന്തിനെന്നെ തനിച്ചാക്കി യാത്രയായി? ടീച്ചർക്കൊപ്പം എന്നും ഞാനുണ്ടാകും. രാത്രിയിൽ മാനത്തുദിക്കുന്ന നക്ഷത്രങ്ങളിൽ, ചൂളമടിച്ച് കറങ്ങി നടക്കുന്ന കാറ്റിൽ, ആർത്തലച്ച് പെയ്യുന്ന മഴയിൽ. അതുകൊണ്ട് ടീച്ചർ വിഷമിക്കേണ്ട. അവർ എല്ലാം വിറ്റ് പണവും കൊണ്ടുപോയിക്കോട്ടെ. 2 ആഴ്ച കൊണ്ട് വീടും പറമ്പും കച്ചവടമായി. മക്കൾക്ക് വിൽക്കാൻ പറ്റാത്തതായി അമ്മ മാത്രം. അമ്മേ, ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് റെഡിയായി. അമ്മ എന്ത് തീരുമാനിച്ചു? മൂത്ത മോൻ്റെ ചോദ്യമായിരുന്നു. ശാരദാമ്മ മറുപടി ഒന്നും പറയാതെ മുറിയിലേക്ക് പോയി കതകടച്ചു. ഹൃദയം പൊട്ടുന്ന തേങ്ങൽ ആരും കേൾക്കാതിരിക്കാൻ മുണ്ടിൻ്റെ തലപ്പ് കൊണ്ട് വായ് പൊത്തി. രാവിലെ അടുക്കളയിൽ പാത്രങ്ങൾ താളം പിടിക്കുന്ന ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. മക്കളും മരുമക്കളും അടുക്കളയിൽ ചെന്ന് നോക്കി. അമ്മ ഇവിടെയില്ല. വീട്ടിനകത്തും പരിസരത്തും എല്ലാം നോക്കി, കാണുന്നില്ല. അമ്മേ, അച്ചമ്മയുടെ മുറിയിൽ ചുമരിൽ തൂക്കിയിരുന്ന മുത്തച്ഛൻ്റെ ഫോട്ടോ കാണുന്നില്ല. എല്ലാവരും കൂടി അങ്ങോട്ട് ചെന്നു. ശരിയാ മോള് പറഞ്ഞത്, അച്ഛൻ്റെ ഫോട്ടോ അവിടെ കാണുന്നില്ല. മാഷ് പറഞ്ഞതുപോലെ ഞാൻ യാത്രയാവുകയാണ്. മനസ്സ് നഷ്ടപ്പെട്ട മനുഷ്യജന്മമായി ഗുരുവായൂരപ്പൻ്റെ പാദസേവ ചെയ്തും അമ്പലത്തിൽ കണ്ണനെ സ്തുതിച്ചുള്ള കീർത്തനങ്ങൾ രചിച്ചും ഇനിയുള്ള കാലം കഴിക്കാം.